110 ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോൾ. ഈ ഓൾവോ ബസ് ഓടിക്കണമെങ്കിൽ ചില നിയമങ്ങളുണ്ട്. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. സ്വീഡനിൽ നിന്ന് വരുന്ന ഓൾവോയുടെ എഞ്ചിനീയേഴ്സ്, അതിന്റെ എക്സ്പേർട്സ് ബാംഗ്ലൂരിലെ ഒരു സ്ഥാപനത്തിൽ നമ്മുടെ ഈ തൊഴിലാളികൾക്ക് 5 ദിവസത്തെ പരിശീലനം കൊടുക്കും. അവിടെ പോയി പരിശീലനം മേടിച്ച ഡ്രൈവർമാര് എന്റെ അഭാവങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന KSRTCയിലും സ്വിഫ്റ്റിലും കുറവാണ്. KSRTC തന്നെ 10-40 ഓൾവോ ബസ്സിന് മാത്രമേ ഡ്രൈവർമാരുള്ളൂ. എനിക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നിട്ട് അപ്പോൾ ആ എക്സ്പീരിയൻസ് അവിടെ പോയി ആ പരിശീലനം നേടിയ ഡ്രൈവർമാരെയാണ് ഇതിനകത്ത് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം പഠിച്ചിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നത്. 10 വർഷം കൊണ്ട് ഇത് ലാഭത്തിലാക്കുമെന്നും 10 വർഷം കൊണ്ട് ഈ കമ്പനി KSRTCയിൽ മേർജ് ചെയ്ത് ലയിപ്പിക്കുമെന്നും ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റെജി ലൂക്കോസ് പറഞ്ഞ 10 കൊല്ലത്തിനകത്ത് ലാഭം വരുന്നതാണ്. ഏത് നല്ല തമാശയല്ലേ? ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ ഇത്ര കാലമായിട്ട് നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വിഫ്റ്റ് വന്നാൽ ഭയങ്കര ലാഭത്തിലേക്ക് പോകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഘട്ടം ഘട്ടമായിട്ട് മദ്യവർജനം നടപ്പാക്കുന്നത് പറഞ്ഞ പോലെയാണ്. കൂടുതൽ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കും, എന്നിട്ട് മദ്യവർജനം നടപ്പാക്കുക, മദ്യ നിരോധനം നടപ്പാക്കുമെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ തുടച്ചു നീക്കും, ഗതാഗത വകുപ്പിൽ അഴിമതി ഇല്ലാതാക്കുന്നൊക്കെ പറഞ്ഞ പോലെയുള്ള തമാശകളാണ്. 10 കൊല്ലത്തിനകത്തല്ല 100 കൊല്ലത്തിനകത്തും ഇത് ലാഭത്തിലാവില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷമാണ്. ഇനി 10 കൊല്ലം കഴിയുമ്പോൾ ഈ ചർച്ചയ്ക്ക് റെജി ലൂക്കോസും ഉണ്ടാവില്ല. ആ സമയത്ത് ആന്റണി രാജു മന്ത്രിയുമായിരിക്കില്ല. ബിജു പ്രഭാകരൻ റിട്ടയർ ചെയ്ത് ഒരുപക്ഷെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം സർവീസിൽ പോലും ഉണ്ടാകില്ല. അപ്പോൾ ആർക്കതിൻ്റെ ഉത്തരവാദിത്വം? ആർക്കും ഉത്തരവാദിത്വമില്ല. ഇതൊക്കെ ഓരോരുത്തരും വായ്പിട്ട് എന്ന രീതിയിൽ പറയുന്നു മാത്രമേ ഉള്ളൂ. ഇത് നടപ്പാവുന്ന കാര്യമല്ല. പിന്നെ റെജി ലൂക്കോസ് പറഞ്ഞു സ്വീഡനിൽ വിട്ട ആൾക്കാർക്ക് പരിശീലനം കൊടുക്കും. ഈ സ്വീഡനിൽ വിട്ടല്ല, സ്വീഡനിലെ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ പരിശീലനം കൊടുക്കുന്നു. KSRTCയിലെ ഡ്രൈവർമാർക്ക് പരിശീലനം കൊടുത്തൂടെ? അങ്ങനെയല്ലേ ചെയ്തത്? KURTC ഉണ്ടാക്കിയപ്പോൾ എന്താ ചെയ്തത്? പുറമേ നിന്ന് ഡ്രൈവർമാരെ കൊണ്ടുവരോ ചെയ്തോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്ല, KSRTCയിലുള്ള ഡ്രൈവർമാർക്ക് വോൾവോ ബസ് ഓടിക്കാൻ പരിശീലനം കൊടുത്തു. അവരാണ് വോൾവോ ബസ് ഓടിച്ചിരുന്നത്. ഈ വോൾവോ എന്ന് കേൾക്കുമ്പോൾ പേടിക്കാനൊന്നുമില്ല. വോൾവോ ബസ്സിൽ ടിക്കറ്റ് കയറി കൊടുക്കാനായിട്ട് സ്വീഡനിൽ പരിശീലനം ഒന്നും വേണ്ടല്ലോ. കണ്ടക്ടർമാരെ ഇവിടെ നിന്ന് നിയമിക്കാമായിരുന്നല്ലോ. അതെന്താ ചെയ്യാറുണ്ട്? ഇതൊക്കെ ആളുകളെ പറഞ്ഞു പറ്റിക്കാം. ഇതൊക്കെ ക്യാപ്സൂൾ മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ ക്യാപ്സൂൾ നിർമ്മാണ ഫാക്ടറിയാണ്. ഇതൊക്കെ ആളുകളെ പറഞ്ഞു പറ്റിക്കാമെന്നല്ലാതെ ഇതൊന്നും അധികം നാൾ കൊണ്ടുനടക്കാൻ പറ്റുകയില്ല. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല.